ആന്ധ്രാപ്രദേശിലെ പെന്ന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ബുഗ്ഗ രാമലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്കാണ് ഇപ്പോൾ സഹയാത്രികർക്കൊപ്പം നാം നടന്നു നീങ്ങുന്നത്. കേവലം ഒരു ചരിത്ര സ്മാരകം എന്നതിനപ്പുറം ഭക്തർക്ക് അതീവ ദിവ്യമായ ചില ആത്മീയ രഹസ്യങ്ങളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു പുണ്യഭൂമിയാണ് ബുഗ്ഗെ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ആത്മീയത പൂർണ്ണമായും പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂ ലിംഗവും നിരന്തര അഭിഷേകവും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇവിടുത്തെ ശിവലിംഗം മനുഷ്യൻ കൊത്തിയെടുത്തതല്ല, മറിച്ച് തനിയെ ഉണ്ടായതാണ് എന്നാണ് വിശ്വാസം. ആ ശിവലിംഗത്തിന് താഴെ നിന്ന് സദാസമയവും ഒരു ഉറവ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി തന്നെ ഭഗവാനെ നിരന്തരം ഭക്തിയോടെ അഭിഷേകം ചെയ്യുന്നു എന്ന സങ്കല്പമാണ് ഇതിനു പിന്നിൽ ഉള്ളത്. ഈ നീരുറവിയിലെ ജലം അതീവ ദിവ്യമായി കണക്കാക്കപ്പെടുന്നു. ഈ തീർത്ഥം തളിക്കുന്നതും കുടിക്കുന്നതും പാപങ്ങളെ കഴുകിക്കളയുമെന്നും മനസ്സിന് ശുദ്ധി നൽകുമെന്നും ഭക്തർ ഇന്നും വിശ്വസിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിന് ത്രേതായുഗവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം കൂടിയുണ്ട്. ലങ്കാവിജയത്തിന് ശേഷം സീതാദേവിയോടൊപ്പം മടങ്ങുകയായിരുന്ന ശ്രീരാമൻ തൻ്റെ ബ്രഹ്മഹത്യാ പാപം തീർക്കുന്നതിനായി ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചു എന്നാണ് വിശ്വാസം. രാമലിംഗേശ്വർ എന്ന പേര് ഈ ഐതിഹ്യത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കടുത്ത പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും മോചനം നൽകുമെന്നാണ് ആത്മീയ വിശ്വാസം. ഭാരതത്തിലെ ഭൂരിഭാഗം ശിവക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ദർശനം നൽകാറുള്ളത്. എന്നാൽ ഇവിടെ ഭഗവാൻ പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്നു. ആത്മീയ ശാസ്ത്രപ്രകാരം പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശിവപ്രതിഷ്ഠകൾ അതീവ ശക്തവും ഉഗ്രവുമാണ്. ഇത്തരം പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത് ഭക്തർക്ക് കൂടുതൽ ആത്മധൈര്യവും ശത്രുനാശവും തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും നൽകുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഓരോ കൊത്തുപണിയും അത്യപൂർവങ്ങളും അതിമനോഹരങ്ങളുമാണ്. പെന്ന നദിയുടെ ശാന്തമായ ഒഴുക്കും ക്ഷേത്രത്തിലെ കൽത്തൂണുകളിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിദത്ത സംഗീതം ഇവിടെ ഒരു ദിവ്യമായ അന്തരീക്ഷമാണ് രൂപം കൊള്ളുന്നത്. ഇത് ധ്യാനത്തിന് വളരെയേറെ അനുയോജ്യമായ ഒരിടം കൂടിയാണ്. ബഹളങ്ങളിൽ നിന്ന് അകന്ന് ശാന്തമായി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും യോജിച്ച ഒരു അന്തരീക്ഷമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രകമ്പനങ്ങൾ മനുഷ്യൻ്റെ ആന്തരിക ഊർജത്തെ ഉണർത്താൻ സഹായിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കഠിനമായ കരിങ്കല്ലുകളിൽ നിന്ന് മൃദുവായ നീരുറവ നിരന്തരം ഒഴുകുന്നത് പോലെ കഠിനമായ ലൗകിക ജീവിതത്തിനിടയിലും മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ഭക്തിയും കരുണയും വറ്റാതെ സൂക്ഷിക്കണം എന്ന ഒരു വലിയ ആത്മീയ സന്ദേശമാണ് ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം നമുക്ക് നൽകുന്നത്. ഇങ്ങനെ ഈ ക്ഷേത്രത്തെ കണ്ടുകൊണ്ടും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിൽ ഓർത്തുകൊണ്ടും ഒപ്പം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടും സഹയാത്രികർക്കൊപ്പം നാം ഇപ്പോൾ ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലൂടെ നമ്മുടെ പ്രയാണം തുടരുകയാണ്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലുള്ള തഡ്പത്രിയിൽ പെന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അപൂർവ ചരിത്ര ആത്മീയ വിസ്മയമാണ് ഈ ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം. ഭക്തിയും പ്രകൃതിയും അതുല്യമായ വിജയനഗര വാസ്തുവിദ്യയും ഒത്തുചേരുന്ന ഈ പുണ്യഭൂമിയിലൂടെയാണ് നാം ഇപ്പോൾ നമ്മുടെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നിർണായകമായ പല സവിശേഷതകളിൽ ഒന്നാണ് ഇവിടുത്തെ വറ്റാത്ത നീരുറവയും പ്രതിഷ്ഠയും. തെലുങ്ക് ഭാഷയിൽ ബുഗ്ഗ എന്നാൽ നീരുറവ എന്നാണ് അർത്ഥം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണവും ഈ അത്ഭുത ഉറവ തന്നെയാണ്.
ഗർഭഗൃഹത്തിലെ സ്വയംഭൂവായ ശിവലിംഗത്തിന് താഴെ നിന്നും നിരന്തരമായി ഒരു പ്രകൃതിദത്ത നീരുറവ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രതിഷ്ഠയെ എപ്പോഴും അഭിഷേകം ചെയ്യുന്നതുകൊണ്ട് ഒഴുകുന്ന ഈ തീർത്ഥജലം ഭക്തർക്ക് അതീവ പവിത്രമാണ്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ദേവന്റെ ദർശനം കിഴക്കോട്ടാണെങ്കിൽ ഇവിടെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് എന്ന ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അതായത് 1490 മുതൽ 1509 കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന പെമ്മസാനി രാമലിംഗ നായിഡുവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ കൊത്തിവെച്ചിട്ടുള്ള രാമായണം, മഹാഭാരതം, ശിവപുരാണം രംഗങ്ങൾ ശില്പകലയുടെ ഔന്നത്യം വിളിച്ചോതുന്ന ഒന്നുകൂടിയാണ്. മുറ്റത്തുള്ള പൂർത്തിയാകാത്ത ഗോപുരങ്ങൾ പോലും അവയുടെ സൂക്ഷ്മമായ കൊത്തുപണികൾ കൊണ്ട് ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തുന്നവ കൂടിയാണ്. ക്ഷേത്ര സമുച്ചയത്തിലെ വിഷ്ണു സന്നിധിക്ക് മുന്നിലുള്ള 7 കൽത്തൂണുകൾ മറ്റൊരു മഹാത്ഭുതമാണ്. മൃദുവായി തട്ടുമ്പോൾ ഇവയിൽ നിന്നും സപ്തസ്വരങ്ങൾ, അതായത് 7 സംഗീത സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ലോഹങ്ങളോ മറ്റു പ്രത്യേക മിശ്രിതങ്ങളോ ഇല്ലാതെ വെറും കരിങ്കല്ലിൽ തീർത്ത ഈ തൂണുകൾ അന്നത്തെ ശില്പികളുടെ സാങ്കേതിക തികവിൻ്റെ മകുടോദാഹരണം കൂടിയാണ്. നദിയുടെ ശാന്തതയും കരിങ്കല്ലിൽ വിരിഞ്ഞ ശില്പങ്ങളും നിരന്തരം ഒഴുകുന്ന നീരുറവയും ബുഗ്ഗ രാമലിംഗേശ്വര ക്ഷേത്രത്തെ കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി മനസ്സിന് ശാന്തി നൽകുന്ന ഒരു തപോവനമാക്കി മാറ്റുന്നു. പ്രകൃതിയും മനുഷ്യൻ്റെ കലയും തമ്മിലുള്ള മനോഹരമായ ആത്മബന്ധത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഈ ക്ഷേത്രവും ഇതിലെ ശ്രീകോവിലും. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ സ്വയംഭൂവായ ശിവലിംഗത്തിന് അടിയിൽ നിന്ന് നിരന്തരം ഒഴുകുന്ന പ്രകൃതിദത്ത നീരുറവയാണ്. യാതൊരുവിധ പമ്പുകളോ മനുഷ്യനിർമ്മിത സാങ്കേതിക വിദ്യകളോ ഇല്ലാതെ പ്രകൃതി തന്നെ ഈ ശിവലിംഗത്തെ എപ്പോഴും ജലാഭിഷേകം ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇത് ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ ജീവസുറ്റ തെളിവായി ഭക്തർ വിശ്വസിച്ചു. ഈ നീരുറവയിലെ വെള്ളം അതീവ പവിത്രമായി കരുതപ്പെടുന്നു. വർഷം മുഴുവനും വറ്റാതെ ഒഴുകുന്ന ഈ നീരുറവ പ്രകൃതിയും ആത്മീയതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്ന ഒന്നുകൂടിയാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ക്ഷേത്രം നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം അന്നത്തെ ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയുടെ വികസനം വ്യക്തമാക്കുന്ന ഒന്നുകൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന രാമായണം, മഹാഭാരതം, ശിവപുരാണം എന്നിവയിലെ രംഗങ്ങൾ കേവലം ചിത്രങ്ങളല്ല, മറിച്ച് അക്കാലത്തെ സാമൂഹിക ജീവിതവും കലയോടുള്ള ആഭിമുഖ്യവും പ്രതിഫലിക്കുന്ന ചരിത്ര രേഖകൾ കൂടിയാണ്. പെന്ന നദിയുടെ തീരത്ത് പ്രളയങ്ങളെ പോലും അതിജീവിച്ച് നൂറ്റാണ്ടുകളായി ഈ നിർമ്മിതി കേടുപാടുകളില്ലാതെ നിൽക്കുന്നത് അന്നത്തെ മികച്ച അടിത്തറ നിർമ്മാണത്തിൻ്റെ രീതിക്ക് തന്നെ ഒരു മകുടോദാഹരണമാണ്. ഭക്തർക്ക് മാത്രമല്ല, ചരിത്രകാരന്മാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതു കൂടിയാണ് ഈ പുണ്യതീരം. നദീതീരത്തെ ശാന്തമായ അന്തരീക്ഷവും കാറ്റും പ്രകൃതി ഭംഗിയും ഏതൊരു സഞ്ചാരിക്കും മാനസികമായ ഉന്മേഷവും ശാന്തിയും നൽകുന്നു. ആത്മീയ ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഈ ക്ഷേത്രം നമുക്ക് മുൻപിൽ തുറന്നു നൽകുന്നത്. ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം എന്നത് കേവലം കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമല്ല, മറിച്ച് അത് ഭക്തി, അസാധാരണമായ വാസ്തുവിദ്യ, പ്രകൃതിയുടെ വിസ്മയം, മഹത്തായ ചരിത്രം എന്നിവ ഒത്തുചേരുന്ന ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രം കൂടിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ പൂർവികരുടെ വിജ്ഞാനത്തിലേക്കും കലയിലേക്കുമുള്ള ഒരു ായി ഈ ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലെ ശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ക്ഷേത്രം.
16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം കരിങ്കല്ലിൽ തീർത്ത അത്ഭുതകരമായ കൊത്തുപണികളാൽ ലോകപ്രശസ്തമാണ്. പെണ്ണ നദിയുടെ തീരത്ത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. സ്വയംഭൂവായ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗർഭഗൃഹം പടിഞ്ഞാറ് ദിശയിലേക്കാണ് ദർശനം നൽകുന്നത്. സാധാരണ ശിവക്ഷേത്രങ്ങൾ കിഴക്കോട്ട് ദർശനമായിരിക്കുമ്പോൾ ഇത് വളരെ അപൂർവമായ ഒരു സവിശേഷത കൂടിയാണ്. ഇതിന് തൊട്ടു താഴെയാണ് ഒരിക്കലും വറ്റാത്ത പ്രകൃതിദത്ത നീരുറവ സ്ഥിതി ചെയ്യുന്നതും. ഗർഭഗൃഹത്തിനു മുന്നിലായി ഭക്തർക്ക് പ്രാർത്ഥിക്കാനും ഒത്തുകൂടാനുമായി മനോഹരമായ കൽത്തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന വിശാലമായ ഹാളുകൾ നിർമ്മിച്ചിരിക്കുന്നു. വിജയനഗര ശൈലിയിലുള്ള കൂറ്റൻ ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടങ്ങൾക്കുള്ളത്. ഈ ഗോപുരത്തിൻ്റെ താഴത്തെ കല്ലിൽ തീർത്ത അടിത്തറ പൂർണ്ണമായും പൂർത്തിയായതും അതിമനോഹരവുമായ കൊത്തുപണികളാൽ സമ്പന്നവുമാണ്. എന്നാൽ ഇതിനു മുകളിലുള്ള ഇഷ്ടിക കൊണ്ടുള്ള ഗോപുരഭാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഈ കല്ല് തറയിലെ സൂക്ഷ്മമായ ശില്പകല ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. നദീതീരത്തേക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ ഗോപുരത്തിലൂടെയാണ് ഭക്തർ പ്രധാനമായും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകൾ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഒരു പുരാണ പുസ്തകം പോലെയാണ് നമുക്ക് അനുഭവപ്പെടാറ്. ഒരിഞ്ച് സ്ഥലം പോലും ബാക്കി വയ്ക്കാതെ അതിസൂക്ഷ്മമായാണ് ശില്പികൾ ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. രാമായണം, മഹാഭാരതം, ശിവപുരാണം എന്നിവയിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ വളരെ ജീവസുറ്റ രീതിയിൽ ചുമരുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു. സിംഹത്തിൻ്റെയും ആനയുടെയും കുതിരയുടെയും രൂപങ്ങൾ സമന്വയിപ്പിച്ചുണ്ടാക്കിയ യാളി എന്ന പുരാണജീവിയുടെ ശില്പങ്ങളും നർത്തകരുടെയും സംഗീതജ്ഞരുടെയും രൂപങ്ങളും ചുമരുകളെ അലങ്കരിക്കുന്നു. ക്ഷേത്രമുറ്റത്തുള്ള ചില പ്രത്യേക കരിങ്കൽ തൂണുകളിൽ മൃദുവായി തട്ടുമ്പോൾ അവയിൽ നിന്നും സപ്തസ്വരങ്ങൾ ഒരേ കല്ലിൽ നിന്നു തന്നെ വ്യത്യസ്ത വലിപ്പത്തിലും ഘടനയിലും തുറന്നുണ്ടാക്കിയ ഈ തൂണുകൾ അന്നത്തെ ശബ്ദശാസ്ത്ര മികവിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. മിക്ക തൂണുകളും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. യോദ്ധാക്കൾ കുതിരപ്പുറത്ത് നിൽക്കുന്ന രൂപങ്ങളും ദൈവങ്ങളുടെ ചിത്രങ്ങളും ഈ തൂണുകളിൽ അതീവ ഭംഗിയോടെ നിർമ്മിച്ചിരിക്കുന്നു. വാസ്തുവിദ്യാരംഗത്ത് ഈ ശൈലി വളരെ പ്രശസ്തമാണ്. കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ച് വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിനൊപ്പം ആ കല്ലുകളിൽ കട്ടി കുറഞ്ഞ വസ്തുക്കളിലെ ഡിസൈനുകൾ പോലെ അതിസൂക്ഷ്മമായ കൊത്തുപണികൾ ചെയ്യുക എന്നതായിരുന്നു ഈ ശൈലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കോവിലിൽ ആ കല അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇങ്ങനെ മനോഹരമായ ഈ പുണ്യക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടുകളും അതിൻ്റെ കലാമൂല്യവും ആത്മീയ ഭംഗിയും ഒക്കെ കണ്ടും ആസ്വദിച്ചും നുകർന്നും നാം ഈ ക്ഷേത്ര ചുറ്റുമതിലിലൂടെ നടന്ന് നമ്മുടെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മറ്റ് കാഴ്ചകളിലേക്ക് നടന്ന് നീങ്ങാനായി.